സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ വളരെ വേഗത്തിലാണ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങളെ എത്രത്തോളം നമ്മുടെ ഇഹപര ജീവിതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും സ്വയം ഒരു ആത്മവിചാരണക്ക് തയ്യാറാകേണ്ടതുണ്ട്. നാളെ പരലോകത്തൊരു വിചാരണയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ വിചാരണക്ക് മുമ്പ് സ്വയം വിചാരണ നടത്തുക എന്നത് സ്വഹാബികളുടെ ജീവിതത്തിൽ അവർ നൽകിയിട്ടുള്ള സന്ദേശമാണ്. ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നടത്തുക. റമളാൻ മാസം ഇസ്ലാമികമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അത് കഴിവിൻ്റെ പരമാവധി അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് ആ കർമ്മങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. ചെറുപ്പകാലത്ത് മതപാഠശാലയിൽ നിന്ന് മതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രധാനമായും പഠിച്ചിട്ടുള്ള രണ്ട് മേഖലകളാണ്. ഒന്ന് ഇസ്ലാം കാര്യങ്ങളും മറ്റൊന്ന് ഈമാൻ കാര്യങ്ങളും. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം നമ്മുടെ വീടാണ് എന്ന് എല്ലാവർക്കും ആ പാട്ടുകളും അറിയാം. അതൊരു ബോധമില്ലാത്ത കാലഘട്ടത്തിലാണ് പഠിച്ചത് എങ്കിൽ ബോധ്യം വരുമ്പോൾ അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയായി തീരുന്നത്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത്, അതിൻ്റെ നിർമ്മാണം പ്രധാനമായും 5 കാര്യങ്ങളിൽ മേലാണ്. 5 തൂണിന്മേലാണ് ഇസ്ലാമിൻ്റെ സ്ഥാപനം നടക്കുന്നത്. അതിലൊന്ന് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് ഷഹാദത്തിനാണ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യവചനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മുസൽമാൻ തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രം അംഗീകരിക്കുകയും അള്ളാഹു വിരോധിച്ചതായ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ് ഷഹാദത്തിൻ്റെ താല്പര്യം. അതിനെ ലംഘിക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ അയാൾ ഇസ്ലാമികമായ ആ ഒരു നാമവിശേഷണത്തിൽ നിന്ന് അയാൾ പുറത്തായിരിക്കും. പേരുകൊണ്ട് അയാൾക്ക് സ്വയം പറയാമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഷഹാദത്തിനോട് നീതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയണം എന്നതാണ്. രണ്ടാമത്തേത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുകയും പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്നാണോ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ നിങ്ങളോട് എന്താണോ വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. പ്രവാചകൻ കൊണ്ടുവരുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രവാചകന്റെ സ്വന്തം വാക്കുകൾ അല്ല.
മറിച്ച് അത് പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് വഹി ആയിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായൊരു വാക്കും ഉച്ചരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം, ആ സ്നേഹത്തിന്റെ അളവുകോൽ എങ്ങനെയാകണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് പ്രിയപ്പെട്ടവൻ ആകുന്നത് വരേക്കും, മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും, വ വലദിഹി, അവന്റെ മക്കളെക്കാളും, വന്നാസി അജ്മഈൻ, ഭൂലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നത് വരേക്കും വിശ്വാസിയാവുകയില്ല. ഇപ്പൊ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും മുകളിലാണ്, മക്കൾക്കും മുകളിലാണ്, മറ്റൊന്നിനേക്കാളും മുകളിലാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആദർശപരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധം എന്ന് പറയുന്നത് അത്രയും ജീവിതത്തിൽ ഉറപ്പിക്കുമ്പോഴാകുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇപ്പൊ മതപരമായ വിഷയത്തിൽ നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകൾക്കും മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതിലൂടെ ആകണം. അതിൽ നിന്ന് അകന്നു പോയാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ മതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാരം ചുമക്കലും ഒക്കെയും ഉണ്ടാകുന്നത്. അത് ദിക്റുകളാകാം, സ്വലാത്തുകളാകാം, ദിക്റു ഹൽഖുകളാകാം, ദിക്റു മജ്ലിസുകളാകാം. അങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നത് ഒക്കെയും ആളുകൾ കാണുമ്പോൾ അതിനെല്ലാം ഒരു ആത്മീയ പരിവേഷത്തെ കാണാൻ സാധിക്കുന്നു. എന്നാൽ പ്രവാചക ശരീരയിലേക്ക് മടങ്ങിയാൽ പ്രവാചകനിൽ നിന്ന് അതിന് യാതൊരുവിധ മാതൃകയും കാണുവാൻ സാധിക്കുന്നുമില്ല എന്നാണ്. അവിടെയാണ് ഖുർആൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക്, വൽ യൗമൽ ആഖിർ, പരലോകബോധമുള്ളവന്, വദക്കറല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവന് അല്ലാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളിൽ, കർമ്മമേഖലകളിൽ, മതപരമായ വിഷയങ്ങളിൽ എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃക സ്വീകരിക്കുമ്പോഴാണ് ഷഹാദത്ത് എന്നുള്ളത് അർത്ഥവത്താകുന്നത്. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും പ്രവാചകന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകമാണെന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളോട് പറയുന്നു. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയഖഅദ് ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞാൽ, അതായത് ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി എല്ലാറ്റിൻ്റെയും മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. പ്രവാചകൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ആളുകൾ അംഗീകരിക്കാൻ വേണ്ടി ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് അടിച്ചു വിടും. പക്ഷെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, സ്വഹാബാക്കൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ നന്നാകാൻ വേണ്ടി അങ്ങനെ ഒരാൾ ഇട്ടുകൊടുത്താൽ ഫൽ യതബവ്വ, അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ, മഖഅദഹു മിനന്നാർ, അവന്റെ ഇരിപ്പിടം നരകമാണെന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൽ നാം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. പ്രവാചകനിൽ നിന്ന് വരാത്തതായ ഒരു കാര്യം, സൂചിപ്പിച്ചതുപോലെ ദിക്റുകളാകാം, സ്വലാത്തുകളാകാം, ഖത്തപ്പുരകളാകാം, അങ്ങനെ പലതും നാം കാണുമ്പോഴൊക്കെ അതിനൊക്കെ ഒരു ആത്മീയ പരിവേഷമുണ്ട്. പ്രവാചകൻ പറഞ്ഞു,
നമ്മിൽ നിന്ന് അങ്ങനെ ഒന്ന് വന്നിട്ടില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഷഹാദത്തിന്റെ രണ്ടാം വാക്യം, വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ളത്. ഈ ഷഹാദത്തിനെ അംഗീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തതാണ് ഇഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തണം. അപ്പോൾ അതിൻ്റെ ഷർത്തും ഫർളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് വേണം ആ സ്വലാത്ത് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ. അത് കഴിഞ്ഞാൽ സക്കാത്ത്, നമസ്കാരം കഴിഞ്ഞ ഉടനെ സക്കാത്ത് വഈതാഇസ് സക്കാത്ത്, നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ സക്കാത്തിന്റെ വിഷയത്തിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, പ്രതിസന്ധികൾ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിലെ ഇബാദത്ത്, ആരാധനയാകുന്നു സക്കാത്ത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത് കൃത്യവും വ്യക്തവുമായ രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. സംഘടിതമായി കൊടുക്കേണ്ടതില്ല, ഇസ്ലാമിക ഭരണത്തിൽ മാത്രം നടത്തിയാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ സംഘടിതമായി നമസ്കരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് സംഘടിതമായി സക്കാത്ത് സംവിധാനത്തിലൂടെ പോയിക്കൂടാ? പക്ഷെ അവിടെ തടസ്സമാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പലപ്പോഴും അതിന് വേണ്ടത്ര ഗൗരവം വരാത്തത്. അപ്പോൾ മനസ്സിലാക്കണം, സക്കാത്തിന്റെ വിഷയത്തെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അതിന് ഇബാദത്ത്, ആരാധനയും നിർവഹിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യം കൂടിയാണ്. നാലാമത്തേതാണ് സൗമു റമളാൻ, റമളാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം. പ്രവാചക മാതൃകയിൽ നിന്നാണ് അതിലെ വിഷയങ്ങളൊക്കെ നാം പഠിക്കുന്നത്. അഞ്ചാമത്തേത് വതഹിജ്ജൽ ബൈത്ത് മനിസ്തത്വഅ ഇലൈഹി സബീല, കഴിവുള്ളവൻ കഅബത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ അതിൻ്റെ തൂണുകൾ. ആ വിഷയങ്ങൾ പ്രവാചകൻ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് അതൊരു സ്വീകാര്യമാകുന്ന, മഖ്ബൂൽ മബ്റൂർ എന്നാ പറയാറുള്ള, സ്വീകാര്യമാകുന്ന പുണ്യകരമാകുന്ന ഒരു കർമ്മത്തിൽ ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ നിയമവിധികളെല്ലാം കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അമൽ സ്വാലിഹാത്തുകളിൽ സംഭവിച്ചു പോകുന്ന എല്ലാവിധ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈമാൻ തവക്കുലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. കുറേ ആളുകൾ അസുഖബാധിതരായി വീടുകളിലും ഹോസ്പിറ്റലിലുമൊക്കെയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടൊരു സഹോദരൻ വളരെ പ്രയാസഘട്ടത്തിലൊക്കെയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ സാഹചര്യം കൂടിയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗത്തിന് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി തിരിച്ചു വന്ന് സൽക്കർമ്മങ്ങളുമായി മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗം കാരണം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.